ഈ അടുത്ത കാലത്ത് YS വിവേകാനന്ദ റെഡ്ഡി മരിച്ചു എന്ന് പറഞ്ഞു വന്നു. അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ വിവരണം നൽകുകയും ചെയ്തു. ഈ YS വിവേകാനന്ദ റെഡ്ഡി മരിച്ചു, അദ്ദേഹത്തിൻ്റെ ശവമടക്കിയതിനെക്കുറിച്ചൊന്നുമില്ല, മരിച്ചതിനെക്കുറിച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. എന്താ കാരണം അറിയോ? ഈ YS എന്ന പേര് ഒരു പത്രവും വിപുലീകരിച്ചില്ല. YS വിവേകാനന്ദ റെഡ്ഡി YS രാജശേഖർ റെഡ്ഡിയുടെ YSR റെഡ്ഡിയുടെ അനിയനാണ്. ഇനി YS രാമകൃഷ്ണ റെഡ്ഡി ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. ആ YS എന്നുള്ളതിന് ഫുൾ ഫോം എന്താ അറിയാമോ? യേശു സാമുവൽ വിവേകാനന്ദ റെഡ്ഡി. ആ വിവേകാനന്ദ റെഡ്ഡി എന്ന് മാത്രമാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ആര് കണ്ടാലും കേട്ടാലും ആ കോൺഗ്രസ്സുകാർക്ക് അത് പരമാവധി മുതലെടുക്കാൻ YS എന്നുള്ളതിന് ഫുൾ ഫോം വെച്ചിട്ടില്ല. യേശു സാമുവൽ വിവേകാനന്ദ റെഡ്ഡിയാണ് മരിച്ചത്. യേശു സാമുവൽ രാജശേഖർ റെഡ്ഡി ആയിരുന്നു ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ആയിരുന്നത്. പക്ഷെ ഹിന്ദുക്കളിൽ 90% വിചാരിച്ചിരിക്കുന്ന അയാൾ ഒരു ഹിന്ദു ആണെന്നാണ്. അയാൾ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അതല്ല പ്രാധാന്യമുള്ള കാര്യം. പക്ഷെ ഹിന്ദു പേരുകൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ ഇയാൾ ഹിന്ദു ആണെന്ന് വരുത്തി തിന്മ ചെയ്യുമ്പോഴും ആ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന കൊലപാതകി അയാൾ യഥാർത്ഥത്തിൽ ഹിന്ദുവേ അല്ല, എന്നോ മതം മാറിയ ക്രിസ്ത്യാനിയാണ് അയാൾ. പക്ഷേ ഈ കൊലപാതകം വന്നപ്പോൾ അയാളുടെ ക്രിസ്ത്യൻ പേര് മാറ്റി ഹിന്ദു പേര് പ്രൊജക്റ്റ് ചെയ്തു. അയാൾക്ക് വേണ്ടി വാദിച്ച ക്രിസ്ത്യൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് അത്രയും കാലം അയാളുടെ ഫുൾ പേരാണ് വെച്ചിരുന്നത്. പക്ഷേ ഈ ഗോവിന്ദസ്വാമിക്ക് വേണ്ടി വാദിക്കാൻ വരുമ്പോൾ അയാൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് അതൊരു ഹിന്ദു പേരായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ തൃശ്ശൂർ മുതൽക്ക് തിരുവനന്തപുരം വരെ വരുമ്പോൾ കണ്ട കാഴ്ച അനവധി കാൻഡിഡേറ്റുകൾ അവരുടെ ഹിന്ദു പേരാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഒരു ഹിന്ദു പേര് കൊടുത്തിട്ടുണ്ട്. ഒരു കാൻഡിഡേറ്റിന്റെ ബ്രാക്കറ്റിലെ പേര് ഗോപൻ എന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു ക്രിസ്ത്യാനിയാണ്. നിങ്ങൾ തൃശ്ശൂരിലൊക്കെ കാണാൻ സാധിക്കും ഈ കാൻഡിഡേറ്റിന്റെ ഹിന്ദു പേരുകൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ന്യൂട്രൽ പേരുകൾ പ്രൊജക്റ്റ് ചെയ്യുക. മറ്റേ പേരിനകത്തുള്ള ക്രിസ്ത്യനാണെന്ന് മനസ്സിലാവും. അപ്പൊ ഹിന്ദുക്കള് ഒരു മാസ് വോട്ട് ബാങ്ക് ആയി മാറുന്ന ശബരിമല ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുക്കൾക്ക് സ്വബോധവും സ്വത്വബോധവും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് എന്തായാലും അയാൾക്കേ കിട്ടുള്ളൂ, മുസ്ലിങ്ങളുടെ വോട്ട് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പുള്ളവര് അവർക്ക് നല്ലോണം അറിയാം ഇയാൾ ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണ്. ഹിന്ദുവിന് അറിഞ്ഞൂടാ ഇയാൾ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്ന്. അപ്പൊ ഹിന്ദു പേര് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹിന്ദു ആണെന്ന് വിചാരിച്ച് അവർക്ക് കൊടുക്കും എന്ന ഒരു ധാരണയിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പത്രങ്ങളിൽ നോക്കുക, ഉപകാര സ്മരണ എന്ന് പറഞ്ഞ മാതൃഭൂമിയിലും മനോരമയിലും ധാരാളം ഉണ്ട്. അതിൻ്റെ ചുവട്ടിലൊക്കെ ഹിന്ദു പേരുകളാണ്. ഇത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നതാണ്. ഹിന്ദു പേരിട്ട് ക്രിസ്ത്യാനികൾ പ്രവർത്തിക്കുമ്പോൾ ഹിന്ദുക്കളൊക്കെ വിചാരിക്കും, ഓ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി, ഒരു സരസ്വതി എന്ന് പറയുന്ന വ്യക്തി, അവരാണ് ഈ ഉപകാര സ്മരണയ്ക്ക് യേശു ക്രിസ്തുവിന്റെ പേരിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് അന്നാമയോ ത്രേസ്യാമയോ ജോൺസണോ ആരോ ആണ്. ചെറിയൊരു എമൗണ്ടേ ഉപകാര സ്മരണയ്ക്ക് ഇപ്പൊ പത്രക്കാർ മേടിക്കാറുള്ളൂ, ചെറിയൊരു എമൗണ്ടേ മേടിക്കാറുള്ളൂ. ഇവിടെ പലപ്പോഴും സാക്ഷ്യം പറച്ചിലൊക്കെ ഹിന്ദുവിന്റെ പേരാ, പക്ഷെ അതൊക്കെ ക്രിസ്ത്യാനികളാ. ഇനി ചില പ്രകാശ് രാജ് എന്ന് പറയുന്ന സിനിമാ നടൻ, അതിൻ്റെ ഇടയ്ക്ക് പ്രകാശ് ആൽബർട്ട് രാജ് ഉണ്ട്. ആൽബർട്ട് എന്ന ക്രിസ്ത്യൻ പേരാണ്, അത് മറച്ചു വെച്ചിട്ടാ പ്രകാശ് രാജ. ഈ കമലഹാസന്റെ യഥാർത്ഥ പേരും കുടുംബാംഗങ്ങളുടെ പേരും ഒക്കെ നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. വിജയ് എന്ന് പറയുന്ന തമിഴ് നടനുണ്ട്, അയാളുടെ ശരിക്കും പേര് വിജയ് ജോസഫ് എന്നാണ്. നിങ്ങൾ ഒത്തിരി MLA-മാരുടെ, ഈ കേരളത്തിലെ MLA-മാരുടെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും MLA-മാരുടെയും MP-മാരുടെയും നേതാക്കന്മാരുടെയും പേര് നോക്കുക, അകത്തെല്ലാം ക്രിസ്ത്യൻ പേരുണ്ടാവും. ആ ക്രിസ്ത്യൻ പേര് പുറത്തേക്ക് വരികയില്ല. ഹിന്ദു പേര് വെച്ചിട്ടാണ് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നതും വോട്ട് നേടുന്നതും നേതാവാകുന്നതും ഹിന്ദു പേരുകൾ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ്. ഇത് നമുക്കൊന്ന് അറിയാൻ സാധിക്കണം. പലപ്പോഴും ഹിന്ദു പേരുകൾ മാത്രമാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ ആന്ധ്രയിൽ ഉപയോഗിക്കുന്നത്. അതില് ആണ്ടവൻ എന്നുള്ളത് മുതൽക്ക് മഹാദേവൻ എന്നുള്ളത് മുതൽക്ക് സുബ്രഹ്മണ്യൻ എന്നുള്ളത് മുതൽക്ക് എല്ലാ പേരുകളുണ്ട്. പള്ളിയിൽ അയാളുടെ പേര് ക്രിസ്ത്യൻ പേരായിരിക്കും. ഈ ഒരു ചീറ്റിംഗ് ഹിന്ദുക്കൾ ഇപ്പോഴും അറിയണില്ല. പേര് മാത്രം നോക്കി അവൻ ഹിന്ദു ആണെന്ന് ധരിച്ച് അവന്റെ ക്രിസ്ത്യൻ പേര് മൂടി വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും. കമൽ എന്ന് പറയുന്ന സിനിമാ സംവിധായകനുണ്ട്, അങ്ങനെ ശരിക്കും പേരെന്താ അറിയോ? കമാലുദ്ദീൻ എന്നാണ്.
അപ്പൊ നമ്മൾ കമലിന് കേൾക്കുമ്പോഴത്തേക്കും ഒരു ധാരണ ഹിന്ദു, ഇപ്പൊ ഹിന്ദു ആയോ ക്രിസ്ത്യാനിയായോ മുസ്ലിമായോ എന്നുള്ളതല്ല, മറിച്ച് ഹിന്ദുക്കളുടെ ഹൃദയങ്ങളിലേക്ക് കയറി നിൽക്കാൻ, മതേതരത്വം പറയുന്ന ഹിന്ദുവിനെ പറ്റിക്കാൻ അവന്റെ ഇസ്ലാം പേര് മാറ്റുക, പകുതിയാക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പേര് പകുതിയാക്കുക, തമസ്കരിക്കുക, എന്നിട്ട് ഹിന്ദു പേരുകൾ മാത്രം രാജു, രാജൻ, സുരേഷ്, അനില്, ബിന്ദു, സുഷമ, ഇങ്ങനെയുള്ള പേരുകൾ. ഇത് ക്രിസ്ത്യനാണെന്നോ ഹിന്ദു ആണെന്നോ അറിയില്ല. ഒരു തരത്തില് വേറൊരു തരത്തില് പക്ക ഹിന്ദു പേര് തന്നെ കാണിച്ചിട്ട് ഹിന്ദുക്കളെ ആണ് ഞങ്ങളെന്ന് ബോധ്യപ്പെടുത്താം. അവനവന്റെ അപകർഷതാബോധം മറയ്ക്കാനുള്ള ഒരു വഴി, മറ്റൊന്ന് ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് കയറിക്കൂടാനുള്ള വേറൊരു വഴി. ഇതൊന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് നേരത്തെ സൂചിപ്പിച്ചതാണ് എന്നുകൂടി അറിയുന്നു. നമ്മുടെ പൈതൃകം പഠിച്ചാൽ മാത്രം പോരാ, ഇതുമാതിരി ഹിന്ദുക്കളെ ചീറ്റ് ചെയ്യുന്ന കാര്യം തുറന്നു പറയുമ്പോൾ വർഗീയതയാണെന്ന് ഇവരെല്ലാവരും പറയും. അത് അവർ പറയട്ടെ, നമ്മൾ ഇത് കാര്യങ്ങൾ തിരിച്ചറിയണമെന്നും ഓർമ്മിപ്പിക്കും.